തിരുവനന്തപുരം നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിൽ കുത്തിവെപ്പിനെ തുടർന്ന് അബോധാവസ്ഥയിലായ യുവതി മരിച്ചു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെയാണ് മരണം. സംഭവം അന്വേഷിക്കുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് ഉറപ്പു നൽകി. യുവതിയുടെ ഭർത്താവിൻ്റെ പരാതിയിൽ നേരത്തെ ഡോക്ടർക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു. സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. വിവരങ്ങളുമായി രശ്മി കാർത്തിക ചേർന്നു. രശ്മി, നെയ്യാറ്റിൻകരയിലാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. കിഡ്നിയിൽ ഈ കുത്തിവെപ്പിനിടെ കിഡ്നി പരിശോധനയ്ക്ക് എത്തിയ യുവതിക്കാണ് കുത്തിവെപ്പിനിടെ അബോധാവസ്ഥ ഉണ്ടാകുന്നത്. പിന്നീട് മെഡിക്കൽ കോളേജിൽ എത്തി ആ യുവതി മരിക്കുകയുമാണ് ചെയ്തത്. ഭർത്താവ് ഡോക്ടർക്കെതിരെ പരാതി നൽകിയിരുന്നു. ഇപ്പോൾ എന്താണ് അതിൻ്റെ ബാക്കി നടപടികൾ? എന്താണ്? യുവതി മരിക്കുകയും ചെയ്തു. എന്താണ് ബാക്കി നടപടികൾ? രശ്മി കാർത്തിക. വിനോദ്, നിലവിലിപ്പോൾ കഴിയുന്നത് ഈ ആശുപത്രിയിൽ ഈ പെൺകുട്ടിയുടെ മൃതദേഹവുമായി കൃഷ്ണ തങ്കപ്പനാണ് മരണപ്പെട്ടത്. കൃഷ്ണ തങ്കപ്പന്റെ മൃതദേഹവുമായി ബന്ധുക്കൾ തുടരുകയാണ്. നെയ്യാറ്റിൻകര ആശുപത്രിയിലേക്ക് BJPയും പ്രതിഷേധ മാർച്ച് ഉൾപ്പെടെ നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കിഡ്നി സ്റ്റോണുമായി ബന്ധപ്പെട്ട് ഇതേ തുടർന്നാണ് കുട്ടിക്ക് ഇഞ്ചക്ഷൻ നൽകുന്നത്. പക്ഷേ ആസ്മ രോഗിയാണ്. അലർജിയുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. നമ്മൾ ഈ ഇഞ്ചക്ഷൻ എടുക്കുന്നതിന് മുൻപ്, ഏത് ഇഞ്ചക്ഷൻ എടുക്കുന്നതിന് മുൻപും അലർജി ടെസ്റ്റ് നടത്താറുണ്ട്. അത്തരത്തിലുള്ള ഒരു ടെസ്റ്റ് ഈ ഒരു കുട്ടിക്ക് നടത്തിയിട്ടില്ല എന്നുള്ളതാണ് ഈ കുടുംബം ആരോപിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണം. അത്തരത്തിലാണ്. ഈ ഇഞ്ചക്ഷൻ എടുത്തതിന് പിന്നാലെ ശരീരത്തിൽ കറുത്ത പാടുകൾ പ്രത്യക്ഷപ്പെടുകയും ശ്വാസതടസ്സം ഉൾപ്പെടെ അനുഭവപ്പെടുകയുമായിരുന്നു. നിലവിൽ തന്നെ ആസ്മ രോഗിയാണ്, അലർജി രോഗിയുമാണ്. അത്തരത്തിൽ അതിന് പിന്നാലെയാണ് മെഡിക്കൽ കോളേജിലേക്ക് എത്തുന്നത്. മെഡിക്കൽ കോളേജിൽ വെച്ചാണ് മരണം സംഭവിക്കുന്നത്. ഏതായാലും ഡോക്ടർക്കെതിരെ കുടുംബം പരാതി നൽകിയിട്ടുണ്ട്. ആരോഗ്യവകുപ്പ് അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആരോഗ്യവകുപ്പ് ഡയറക്ടർ അന്വേഷണം നടത്തുമെന്നുള്ളത് മന്ത്രി അറിയിച്ചിട്ടുണ്ട്. മനുഷ്യാവകാശ കമ്മീഷൻ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. ഈ നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിൽ ചികിത്സാ പിഴവ് കാരണം മരിക്കുന്ന സംഭവം ഇത് ആദ്യമായിട്ടല്ല. മുൻപ് പലതവണയും ഇത്തരത്തിലുള്ള കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. യൂട്രസ് റിമൂവ് ചെയ്യുന്നതിനായി എത്തിയ രോഗിക്ക് കൃത്യമായി ചികിത്സ നൽകാത്തതിനെ തുടർന്ന് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിൽ പലതവണയാണ് ചികിത്സാ പിഴവുകൾ ഈ ആശുപത്രിയിൽ ഉണ്ടായിട്ടുള്ളത്. ഏതായാലും നിലവിൽ ഇപ്പോൾ മൃതദേഹവുമായി പ്രതിഷേധിക്കുകയാണ്. ഡോക്ടർക്കെതിരെ നടപടി വേണം എന്നുള്ളതാണ് കുടുംബത്തിന്റെ ആവശ്യം. വിനോദ്, വളരെ വ്യക്തമാണ്. നെയ്യാറ്റിൻകര താലൂക്ക് സർക്കാർ ആശുപത്രിയിലാണ് പാവപ്പെട്ട ഒരു യുവതി ഡോക്ടറുടെ അനാസ്ഥയെ തുടർന്ന് മരിക്കാൻ ഇടയായത്. അലർജി ഉള്ള ആ രോഗി, പ്രത്യേകിച്ച് ആസ്മ രോഗിയായ ആ രോഗിക്ക് യാതൊരു പരിശോധനയും കൂടാതെ കുത്തിവയ്പ്പ് നൽകുന്നു. ആ യുവതി അബോധാവസ്ഥയിലാകുന്നു. പിന്നീട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മരിക്കുകയും ചെയ്യുന്നു. ഡോക്ടർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. കൂടുതൽ നടപടി വേണം എന്നാവശ്യപ്പെട്ട് നാട്ടുകാരും ബന്ധുക്കളുമെല്ലാം ആശുപത്രിക്ക് മുമ്പിൽ പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുക്കുകയും ചെയ്തു. രശ്മി കാർത്തികയാണ് വിവരങ്ങൾ നൽകിയത്.